നാമം ജപായനം പുണ്യം നിരുപമദീപാങ്കുരം പോലെ സ്വരശ്രുതിലയവരമതുലം ദീവാങ്കണം മോക്ഷസംഗീതസാരം നീളും വഴിത്താരയിൽ ജീവതാരം മന്ത്രാലാപം മായാവിൻ നിൻ പ്രസാദം. ദീപം ദീപം ദീപം. ഏവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ഇന്ന് കർക്കിടകത്തിലെ കറുത്ത വാവ് ഓരോ വർഷവും പിതൃക്കൾക്കായി നാം മാറ്റിവെക്കുന്ന ദിനം. ഈ ദിനത്തിൽ പിതൃലോകത്ത് നിന്ന് പിതൃക്കൾ ഭൂമിയിലേക്ക് എത്തുമെന്നും തൻ്റെ പിന്മുറക്കാർ നൽകുന്ന ഭക്ഷണം സ്വീകരിച്ച് സംതൃപ്തരായി അവർക്ക് സകല ഐശ്വര്യങ്ങളും നൽകി മടങ്ങുമെന്നുമാണ് വിശ്വാസം. ശ്രദ്ധയോടെ ചെയ്യുന്ന കർമ്മമാകയാൽ പിതൃതർപ്പണത്തെ ശ്രാദ്ധം എന്ന് പറയുന്നു. പിതൃപുണ്യത്തിൻ്റെ ഈ സന്ധ്യയിൽ നമുക്ക് തെളിയിക്കാം ഇന്നത്തെ സന്ധ്യാദീപം. നീതിശാലിയായ വിഭീഷണന്റെ സ്നേഹപൂർവ്വമുള്ള ഉപദേശങ്ങൾ ചെവി കൊള്ളാത്ത രാവണൻ അനുജനെ ശത്രുവായി കണ്ടു. ലങ്കയിൽ തനിക്ക് തുടരാനാവില്ലെന്ന തിരിച്ചറിവ് വിഭീഷണനെ രാമസന്നിധിയിൽ അഭയം തേടാൻ പ്രേരിപ്പിച്ചു. ഈ ഭാഗമാണ് ഇന്ന് ശ്രീ കാവാലം ശ്രീകുമാർ നമുക്കായി ആലപിക്കുന്നത്. കേൾക്കാം. തൽക്കാലം അർക്കകുലോദ്ഭവൻ രാഘവൻ അർക്കാത്മജാതി കപിവരന്മാരോടും രക്ഷോവരനാം വിഭീഷണൻ തന്നോടും ലക്ഷ്മണനോടും വിചാരം തുടങ്ങിനാൻ. എന്തുപായം സമുദ്രം കടപ്പാൻ എന്നു ചിന്തിച്ചു കൽപ്പിക്ക നിങ്ങൾ എല്ലാരുമായി എന്നരുൾ ചെയ്തതു കേട്ടവരേവരും ഒന്നിച്ചുകൂടി നിരൂപിച്ചു ചൊല്ലിനാർ. ദേവപ്രവരനായോരു വരുണനെ സേവിക്ക വേണമെന്നാൽ വഴിയും തരും എന്നതു കേട്ടരുൾ ചെയ്തു രഘുവരൻ. നന്ദിതു തോന്നിയതങ്ങനെ തന്നെ എന്നർണവതീരെ കിഴക്കു നോക്കി തൊഴുതർണുജലോചനനാകിയ രാഘവൻ ദർഭവിരിച്ചു നമസ്കരിച്ചിടിനാൻ. അത്ഭുത വിക്രമൻ ഭക്തി പൂണ്ടെത്രയും 3 അഹോരാത്രം ഉപാസിച്ചിതിങ്ങനെ 3 ലോകത്തിനും നാഥനാം ഈശ്വരൻ. ഏതുമിളകീല വാരിധിയും അതിക്രോധേന രക്താന്തനേത്രനാം നാഥനും കൊണ്ടുവാ ചാപബാണങ്ങൾ നീ ലക്ഷ്മണ. കണ്ടുകൊണ്ടാലും മമ ശരവിക്രമം ഇന്നു പെരുവഴി മീളുന്നതല്ലെങ്കിൽ അർണവം ഭസ്മമാക്കി ചമച്ചിടുവൻ. ദുർവാരമായ ശിലീമുഖവിക്രമം മുന്നം മദീയ പൂർവന്മാർ വളർത്തതുമിന്നു ഞാനില്ലാതെയാക്കുവൻ നിർണയം. സാഗരമെന്നുള്ള പേരും മറന്നുള്ളിൽ ആകുലമെന്നീ വാഴുകിലെന്നുമേ നഷ്ടമാക്കിയിടുവൻ വെള്ളം. കപികുലം പുഷ്ടമോദം പാദചാരേണ പോകണം എന്നരുൾ ചെയ്തു വില്ലും കുഴിയെ കുലച്ചർണവത്തോടരുൾ ചെയ്തു രഘുവരൻ. സർവഭൂതങ്ങളും കണ്ടുകൊള്ളേണം എൻ ദുർവാരമായ ശിലീമുഖ വിക്രമം. ഭസ്മമാക്കിയിടുവൻ വാരാനിധിയെ ഞാൻ
വിസ്മയമെല്ലാവരും കണ്ടു നിൽക്കണം. യുദ്ധം രഘുവരൻ വാക്കു കേട്ടന്നേരം പൃഥ്വീരുഹങ്ങളും കാനനജാലവും പൃഥ്വിയും കൂടെ വിറച്ചു ചമഞ്ഞിതു. മിത്രനും മങ്ങി നിറഞ്ഞു തിമിരവും അബ്ധിയും ക്ഷോഭിച്ചു. മിട്ടാൽ കവിഞ്ഞു വന്നു തുങ്കമായ തരംഗാവലിയൊടും ത്രസ്തങ്ങളായി പരിതപ്തങ്ങളായി വന്നിതത്യുഗ്രനക്ര തിമിജ്ജഷാദ്യങ്ങളും. അപ്പോൾ ഭയപ്പെട്ടു ദിവ്യരൂപത്തോടും പതി ദിവ്യാഭരണ സമ്പന്നനായി പത്തുദിക്കും നിറഞ്ഞോരു കാന്ത്യാ നിജഹസ്തങ്ങളിൽ പരിഗൃഹ്യ രത്നങ്ങളും വിത്രസ്തനായി രാമപാദാന്തികേ വെച്ചു സത്രപം ദണ്ഡനമസ്കാരവും ചെയ്തു. രക്താന്തലോചനനാക്കിയ രാമനെ ഭക്ത്യാ വണങ്ങി സ്തുതിച്ചാൻ പലതരം. ത്രാഹി മാം ത്രൈലോക്യപാലക, ത്രാഹി മാം വിഷ്ണു ജഗൽപതേ, ത്രാഹി മാം പൗലസ്ത്യനാശന, ത്രാഹി മാം രാമ രമാപതേ. ആദികാലേ തവ മായാ ഗുണവശാൽ ഭൂതങ്ങളെ ഭവാൻ സൃഷ്ടിച്ചതു നേരം. സ്ഥൂലങ്ങളായുള്ള പഞ്ചഭൂതങ്ങളെ കാലസ്വരൂപനാക്കും നിന്തിരുവടി സൃഷ്ടിച്ചിതേറ്റം. ജഡസ്വഭാവങ്ങളായി കഷ്ടമതാർക്കു നീക്കാവൂ തവ മതം. വിധിയുടെ പ്രേരണയാൽ മരണമുഖത്തേക്ക് സ്വയം നടന്നു നീങ്ങുന്ന രാവണപക്ഷത്തു നിന്നും ഭക്തിയുടെ ശാന്തതയിലേക്ക് വഴിമാറുന്നു വിഭീഷണൻ. രാമായണ വ്യാഖ്യാനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സമുദ്രതീരത്തെത്തിയിട്ടുള്ള രാമലക്ഷ്മണന്മാർ, സുഗ്രീവൻ, അങ്കദൻ, ഹനുമാൻ സ്വാമി, മറ്റ് വാനരപ്രമുഖന്മാർ, വാനരസേന ഇവരെല്ലാവരും കൂടിയാലോചിക്കുകയാണ്. ഇനി ഈ സമുദ്രത്തെ തരണം ചെയ്യാൻ എന്താ മാർഗം? ഇത് തരണം ചെയ്തിട്ട് വേണമല്ലോ ലങ്കയിലെത്താൻ. അതുകൊണ്ട് ഈ സമുദ്രത്തെ എങ്ങനെയാണ് തരണം ചെയ്യുക? എല്ലാവരും കൂടി ആലോചിച്ചു. അവസാനം ഒരു തീരുമാനത്തിലെത്തിയത് സമുദ്രത്തിൻ്റെ അധിപതിയായിട്ടുള്ള വരുണദേവനോട് തന്നെ ചോദിക്കാം. അദ്ദേഹത്തെ പ്രീതിപ്പെടുത്തിയിട്ട് വരുണപ്രസാദത്തിൽ കാര്യങ്ങൾ ചെയ്യാം. ഇത് കേട്ടിട്ട് ശ്രീരാമചന്ദ്രസ്വാമി ആ വരുണനെ പ്രീതിപ്പെടുത്താനുള്ള കർമ്മങ്ങൾ ചെയ്യാൻ തുടങ്ങി. കിഴക്ക് ദിശ അഭിമുഖമായിട്ട് നിന്നിട്ട് ഭഗവാൻ 3 അഹോരാത്രം നിരാഹാരം അനുഷ്ഠിച്ച് പൂജകൾ ചെയ്ത് വരുണനെ പ്രീതിപ്പെടുത്താനുള്ള ശ്രമം. പക്ഷെ 3 ദിവസത്തെ ഈ ഉപവാസം കൊണ്ടോ അല്ലെങ്കിൽ ഭഗവാൻ ചെയ്തിട്ടുള്ള കർമ്മങ്ങൾ കൊണ്ടോ ഒന്നും വരുണൻ പ്രസന്നനാവുന്നില്ല. കടൽ അല്പം പോലും ഇളകിയിട്ടില്ല എന്നാണ് പറയുന്നത്. യാതൊരു വിധത്തിലും പ്രതികരിക്കണില്ല. ഇത് കണ്ടപ്പോൾ ഭഗവാൻ ആകെ ക്രുദ്ധനായി. ഭഗവാൻ പറഞ്ഞു, എൻ്റെ പൂർവികർ വളർത്തിയത് കൊണ്ടാണ് സമുദ്രം സാഗരം എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. കാരണം സഗരൻ എന്ന് പറയുന്ന രാജാവിൻ്റെ സന്താനങ്ങൾ തങ്ങളുടെ യാഗാശ്വത്തെ തേടിപ്പോയിട്ട് 4 ദിക്കിലേക്കും കുഴിച്ചാണ് സമുദ്രത്തെ വളർത്തിയത് എന്നാണ് വാൽമീകി രാമായണത്തിൽ വിസ്തരിച്ച് പറയുന്ന കഥയാണ്. ഭഗീരഥ പ്രയത്നമൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ തുടർന്ന് വരുന്ന ഭാഗങ്ങളാണ്. അതുകൊണ്ടാണ് സഗരൻ്റെ പുത്രന്മാരെ വളർത്തിയത് കൊണ്ട് സാഗരം എന്നുള്ള പേര്. അങ്ങനെ മിത്രവംശത്തിൽ ജനിച്ചിട്ടുള്ള രാജാക്കന്മാരുടെ കാരുണ്യം കൊണ്ട്, അവരുടെ കർമ്മം കൊണ്ട് വളർന്നിട്ടുള്ള ഈ സമുദ്രം സാഗരം എന്നെ അനുസരിക്കുന്നില്ല. ധാർമ്മികമായിട്ട് പരിപൂർണ സമർപ്പണത്തോടെ അനുഷ്ഠിച്ചിട്ടുള്ള ഈ കർമ്മത്തിന് യാതൊരു വിലയും കൽപ്പിക്കാത്ത സമുദ്രത്തിൻ്റെ അഹങ്കാരത്തിന് ഇന്നൊരു തീർപ്പ് കൽപ്പിക്കണമെന്ന് ഭഗവാൻ തീരുമാനിച്ചു. ലക്ഷ്മണനോട് തൻ്റെ അമ്പും വില്ലും കൊണ്ടുവരാൻ പറഞ്ഞു. വില്ല് നന്നായിട്ട് കുഴിയെ കുലച്ചിട്ട് ഭഗവാൻ 3 ലോകങ്ങളും കാണുക പറയുകയാണ്, സമുദ്രത്തിൻ്റെ ഈ അഹങ്കാരം ഇന്ന് തീർക്കും ഞാൻ. മിത്രവംശത്തിൽ ജനിച്ചിട്ടുള്ള ഈ രാമനിതാ പ്രതിജ്ഞ എടുക്കുകയാണ്. 3 ലോകങ്ങൾ ഇളകി. സമുദ്രത്തിൽ ഗംഭീരമായിട്ട് ഉയർന്ന തിരമാലകൾ വന്നു തുടങ്ങി. യാതൊരു തരത്തിലും പ്രതികരിക്കാത്ത ആൾ മെല്ലെ പ്രതികരിച്ചു തുടങ്ങി. ആ പ്രതികരിക്കൽ വളരെ പെട്ടെന്നായി. കാരണം ഭഗവാൻ ക്രുദ്ധനായിട്ട് നിൽക്കുകയാണ്. 3 ലോകത്തിലും ആ ക്രോധത്തെ നിയന്ത്രിക്കാൻ ഒരാളില്ല. ആർക്കാ നിയന്ത്രിക്കാനാവുക? അത്ഭുത വിക്രമനായിട്ടുള്ള ആ ശ്രീരാമചന്ദ്രസ്വാമി ആർക്ക് നിയന്ത്രിക്കാനാവും? അവസാനം
ദിവ്യകിരീടങ്ങൾ, കുണ്ടലങ്ങൾ, ആഭരണങ്ങളൊക്കെ ധരിച്ച് വരുണദേവൻ രത്നങ്ങൾ കയ്യിലെടുത്തുകൊണ്ട് ഭഗവാന്റെ കാൽക്കൽ വന്ന് വെച്ചിട്ട് നമസ്കരിച്ചിട്ട് പറഞ്ഞു, ഭഗവാനെ രക്ഷിക്കണം, അബദ്ധം പറ്റിപ്പോയി, എൻ്റെ ഭാഗത്തുനിന്ന് ത്രൈലോക്യപാലകനായിട്ടുള്ള ആ ഭഗവാനെ അങ്ങ് രക്ഷിക്കുക. നാരായണ, മഹാവിഷ്ണു, പൗലസ്ത്യനാശന, പുലസ്ത്യൻ്റെ വംശത്ത് പറഞ്ഞിട്ടുള്ള ഈ രാവണനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ജന്മമെടുത്തിട്ടുള്ളവനെ അങ്ങ് തന്നെയാണ് ഞങ്ങളുടെ ഈ അവസ്ഥയ്ക്ക് കാരണം. എന്താ കാര്യം? വിരാട് പുമാനിൽ നിന്നാണ് സർവ്വപ്രപഞ്ചവും ഉരുത്തിരിഞ്ഞിട്ടുള്ളത്. ആ വിരാട് പുമാൻ അങ്ങ് തന്നെയാണ്. അങ്ങനെ ഉരുത്തിരിഞ്ഞപ്പോൾ 3 ഗുണങ്ങളിൽ നിന്നാണ് ഉരുത്തിരിയുന്നത്. ആ വിരാട് പുമാനിൽ നിന്ന് 3 ഗുണങ്ങൾ, ആ 3 ഗുണങ്ങളിൽ നിന്ന് ഓരോ വസ്തുക്കൾ, ഓരോ കാര്യങ്ങൾ. സാത്വികമായിട്ടുള്ള ഗുണത്തിൽ നിന്ന് ദേവന്മാരുണ്ടായി, രാജസ ഗുണത്തിൽ നിന്ന് പ്രജകളുണ്ടായി, തമോ ഗുണത്തിൽ നിന്ന് പഞ്ചഭൂതങ്ങളുണ്ടായി. ആ പഞ്ചഭൂതങ്ങളിൽ ഒന്നാണ് ജലം. ഒരു വരുണൻ പറഞ്ഞു, താമസ സ്വഭാവമാണ് ഈ വൈകലിന് കാരണം, അല്ലാതെ അങ്ങയോടുള്ള അനിഷ്ടമോ അങ്ങയോടുള്ള വിരോധമല്ല, ബഹുമാനക്കുറവല്ല. അങ്ങ് സർവ്വപ്രപഞ്ചത്തിൻ്റെയും നാഥനാണ്, ഞങ്ങളുടെ നാഥനാണ്. ഞങ്ങൾ ഏത് ഗുണങ്ങളിൽ നിന്നാണോ ഉണ്ടായിട്ടുള്ളത് ആ ഗുണങ്ങളുടെ ആത്മാവാണ്. അങ്ങേ സാഷ്ടാംഗം നമസ്കരിക്കുകയാണ് ഭഗവാനെ എന്ന് പറഞ്ഞു. പക്ഷെ ഭഗവാൻ പറയുന്നത്, എൻ്റെ ബാണം അതിന് ഒരു ലക്ഷ്യമുണ്ടാവണം. രാമബാണം അലക്ഷ്യമായി പോകരുത്. രാമബാണത്തിൻ്റെ ഒരു പ്രത്യേകത അതാണ്, എപ്പോഴും അത് ലക്ഷ്യത്തോടു കൂടി മാത്രമേ പ്രയോഗിക്കൂ. അത് അലക്ഷ്യമായി പോകാറില്ല. ഭഗവാൻ ആ ബാണത്തെ അലക്ഷ്യമായിട്ട് അയക്കാറില്ല. അതുകൊണ്ട് സമുദ്രത്തോട് ചോദിച്ചു, ഏതാണ് എനിക്ക് ലക്ഷ്യമായിട്ട് തിരഞ്ഞെടുക്കാൻ പറ്റിയിട്ടുള്ള സ്ഥലം, അത് നീ പറഞ്ഞു തരിക. അപ്പോൾ സമുദ്രം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ എൻ്റെ ഉത്തര തീരത്ത്, വടക്കേ തീരത്ത് ദ്രുമകുല്യം എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് പാപികളായിട്ടുള്ള നിശാചരന്മാർ, രാക്ഷസന്മാർ വസിക്കുന്നുണ്ട്. സർവ്വജനങ്ങൾക്കും നാശം വിതച്ചുകൊണ്ട് അധർമ്മചാരികളായിട്ട് ജീവിക്കുന്ന അവരെ അങ്ങൊരു പാഠം പഠിപ്പിക്കണം. ഇത് ലോകനന്മയ്ക്ക് കാരണവും. രാമബാണം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ധർമ്മമാണ്. ധർമ്മത്തിൻ്റെ പ്രത്യേകതയാണ് ലക്ഷ്യബോധം. ധർമ്മത്തിന് മാത്രം എന്തുണ്ടാവും? ഒരു ലക്ഷ്യബോധം ഉണ്ടാവും. അലക്ഷ്യമാവില്ലത്. രാമൻ എന്ന് പറഞ്ഞാൽ സാക്ഷാൽ ധർമ്മമൂർത്തി. ആ രാമബാണം എന്ന് പറഞ്ഞാൽ ധർമ്മം. അതുകൊണ്ട് രാമബാണത്തിൻ്റെ താല്പര്യം പ്രപഞ്ചത്തിലെ ധർമ്മത്തെ നടത്തുക എന്നുള്ളതാണ്. രാക്ഷസന്മാരെപ്പോഴും അധർമ്മത്തെ സൂചിപ്പിക്കുന്നവർ. ഒരു രാക്ഷസൻ എന്നുള്ള പ്രയോഗം അല്ലെങ്കിൽ നിശാചരൻ എന്നുള്ള പ്രയോഗം നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലുള്ള അധാർമികമായിട്ടുള്ള വാസനകളാണ്. അതിനെ ഇല്ലാണ്ടാക്കുകയാണ് രാമബാണത്തിൻ്റെ ലക്ഷ്യം. അതുകൊണ്ട് ദ്രുമകുല്യത്തേക്ക് രാമബാണം പ്രയോഗിച്ചു. എന്നിട്ട് സമുദ്രം പറഞ്ഞു, അങ്ങ് എത്രയും പെട്ടെന്ന് സേതുബന്ധനം ചെയ്തോളൂ. നളൻ ഈ കാര്യത്തിൽ അങ്ങേ സഹായിക്കും. വിശ്വകർമാവിൻ്റെ പുത്രനാണ്. ദേവശില്പിയായിട്ടുള്ള വിശ്വകർമാവിൻ്റെ പുത്രൻ ഇവിടെ സേതുബന്ധനം നടത്തും. ആ സേതു വഴി സർവ്വസൈന്യവും ലങ്കയിലെത്തിയിട്ട് ആ രാവണനെ വധിച്ച് പ്രപഞ്ചത്തിന് മുഴുവൻ അങ്ങ് നന്മ ചെയ്യുക. അങ്ങനെ പറഞ്ഞ് സമുദ്രം അദ്ദേഹത്തെ നമസ്കരിച്ചിട്ട് അവിടുന്ന് യാത്രയായി. സേതുബന്ധനത്തിനുള്ള ക്രിയകൾ ആരംഭിച്ചു. സേതുബന്ധനം ആരംഭിച്ച ആ സമയത്ത് ശ്രീരാമചന്ദ്രസ്വാമി സാക്ഷാൽ ശ്രീപരമേശ്വരനെ മനസ്സിൽ ധ്യാനിച്ച് ഒരു ശിവലിംഗം പ്രതിഷ്ഠിച്ചു. അതാണ് രാമേശ്വരൻ. രാമൻ്റെ ഈശ്വരനായിട്ട് രാമേശ്വരത്ത് ഭഗവാൻ ഇരിക്കുക. എന്നിട്ട് ഭഗവാൻ ശ്രീരാമചന്ദ്രസ്വാമി പറഞ്ഞു, ഏതൊരു വ്യക്തിയാണോ ഇവിടെ വന്ന് സ്നാനം ചെയ്ത് ഭഗവാനെ ദർശിച്ച് കാശിയിലെത്തി ഗംഗാസ്നാനം ചെയ്ത് ഗംഗയിലെ ജലം കൊണ്ട് അത് തിരിച്ചു വന്ന് രാമേശ്വരനെ അഭിഷേകം ചെയ്യുന്നത്, അവൻ സർവ്വപാപങ്ങളിൽ നിന്നും മുക്തനാവും. ഭാരതത്തിൻ്റെ 2 ധ്രുവങ്ങളെ ഒരുമിപ്പിക്കുന്ന കണ്ണി അതുകൂടിയാണ് ഭഗവാൻ. ഈ ഭാരതത്തെ മുഴുവൻ ഒരുമിപ്പിക്കുക. ആ രാമേശ്വരത്തെ, ശ്രീപരമേശ്വരൻ്റെ ആ സ്വരൂപത്തെയും സാക്ഷാൽ നാരായണൻ തന്നെയായിട്ടുള്ള ശ്രീരാമചന്ദ്രസ്വാമിയെയും ഹനുമാൻ സ്വാമിയെയും ലക്ഷ്മണനെയൊക്കെ മനസ്സിൽ സദാ സ്മരിച്ചിട്ട് അത് അധ്യായം നമുക്ക് അവസാനിപ്പിക്കാം. രാമായണത്തിലെ പ്രതിനായകനാണ് രാവണൻ. വിവിധ രാമായണങ്ങളിൽ രാവണവധവുമായി ബന്ധപ്പെട്ട വ്യത്യസ്ത കഥകൾ കാണുന്നു. ഇനി രാമകഥാമൃതം കേൾക്കാം. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. രാമകഥാമൃതത്തിന്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. രാമായണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദർഭമാണ് ഭഗവാന്റെ അവതാര ഉദ്ദേശം നടപ്പിലാക്കിയ സന്ദർഭമാണ് രാവണന്റെ വധം. അദ്ദേഹത്തിന്റെ ആ വലിയ കാലഘട്ടത്തിലെ ജീവിതത്തിന് ശേഷം അദ്ദേഹം രാമബാണമേറ്റ് മോക്ഷാവസ്ഥയെ പ്രാപിച്ച രംഗത്തെയാണ് ഇന്നത്തെ അധ്യായത്തിൽ നമ്മൾ വിശദീകരിക്കുന്നത്. രാവണന്റെ വധത്തെ നമുക്കിന്ന് അനുസ്മരിക്കാം. മേഘനാഥൻ അല്ലെങ്കിൽ ഇന്ദ്രജിത്ത് അദ്ദേഹം ലക്ഷ്മണന്റെ അസ്ത്രമേറ്റ് മരണപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്ന സമയത്താണ് രാവണന് പരാജയ ഭീതി ഉണ്ടായത്. കാരണം അദ്ദേഹത്തിന്റെ മനസ്സിൽ ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു, ഇന്ദ്രജിത്തിന് സാധിക്കും രാമനെ വധിക്കാൻ, ലക്ഷ്മണനെ വധിക്കാൻ എന്നുള്ളത്.
ഇന്ദ്രജിത്ത് ചെന്നാൽ ഉടനെ തന്നെ ഈ യുദ്ധം അവസാനിക്കും എന്നാണ് രാവണന്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു കണക്കുകൂട്ടൽ. അതാണ് ഇന്ദ്രജിത്തിന്റെ മരണത്തോടു കൂടി തെറ്റിയത്. പല സമയത്തായിട്ട് ഉത്തമയായിട്ടുള്ള ഒരു പത്നിയുടെ പാരമ്പര്യം ഇന്ദ്രജിത്തിന്റെ അമ്മ, അതായത് രാവണന്റെ ഭാര്യ മണ്ഡോദരി, അവർ കാണിച്ചിട്ടുണ്ട്. പല സമയത്തും ഈ രാവണന്റെ ഈ ദുഷിച്ച ശീലങ്ങളെ അതിനിശിതമായിട്ട് തന്നെ എതിർത്തിട്ടുണ്ട് മണ്ഡോദരി. രാമന് സീതയെ തിരിച്ചു കൊടുക്കാനും രാജ്യത്തെയും പാരമ്പര്യത്തെയും സംരക്ഷിക്കാനും പലതവണ ആ ധർമ്മപത്നി രാവണനെ ഉപദേശിച്ചിട്ടുണ്ട്. പക്ഷേ ആ സ്ത്രീയുടെ വാക്കുകൾക്ക് ചെവി കൊടുക്കാൻ രാവണൻ ഒരു കാലത്തും സന്നദ്ധനായിരുന്നില്ല. വീരന്മാരെ പോലെ എൻ്റെ മരണം സംഭവിക്കട്ടെ എന്ന നിശ്ചയത്തിലാവാം രാവണൻ യുദ്ധത്തിന് പുറപ്പെടുന്ന രംഗമാണ് പിന്നീട് രാമായണത്തിൽ നമ്മൾ കാണുന്നത്. ആദ്യമായി രാമനും രാവണനും പരസ്പരം കാണുന്ന രംഗം. അത്യധികം ഘോരമായിട്ടുള്ള വാശിയോടുകൂടി രണ്ടുപേരും വലിയ ആക്രമണങ്ങൾ നടത്തിയെന്നാണ്. ശക്തി എന്ന് വിളിക്കപ്പെടുന്ന ഒരു ശൂലം രാവണൻ ലക്ഷ്മണന് നേരെ പ്രയോഗിച്ചുവെന്നും അത് ലക്ഷ്മണനെ ബോധരഹിതനാക്കിയെന്നും അതിൽ നിന്ന് ലക്ഷ്മണനെ കരകയറ്റാനായി ഹനുമാൻ സ്വാമി വീണ്ടും ഹിമാലയത്തിൽ ചെന്ന് ചില ഔഷധങ്ങൾ കൊണ്ടുവന്നു എന്നുമൊക്കെ രാമായണത്തിൽ പലതവണ പറയുന്നുണ്ട്. ലക്ഷ്മണന് ഈ ശക്തി എന്ന് പറയുന്ന ആയുധത്തിന്റെ ക്ഷതമേൽക്കുമ്പോൾ ഭഗവാൻ രാവണനെ നോക്കി പറയുന്നുണ്ട്, നിന്റെ ആയുസ് എൻ്റെ കൈകൊണ്ട് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ഇല്ലാതാവാൻ പോകുകയാണ് രാവണ. പിന്നീടാണ് രാമരാവണ യുദ്ധത്തിന്റെ മറ്റൊരു ഘട്ടം നമ്മൾ കാണുന്നത്. രാവണൻ ലങ്കാധിപതി ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വലിയ സന്നാഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിലെടുത്തു പറയേണ്ട ഒന്നാണ് അദ്ദേഹത്തിന്റെ സാരഥിയും അദ്ദേഹത്തിന്റെ രഥവും. ഒരിക്കൽ രാമന്റെ കൈകൊണ്ട് രാവണൻ മരിക്കും എന്നൊരു ഘട്ടം വന്ന സമയത്ത് രാവണന്റെ സാരഥി അതിവേഗത്തിൽ രഥത്തെ പുറകിലേക്ക് എടുക്കുകയും രാമന്റെ ബാണത്തിൽ നിന്ന് രാവണന്റെ ശരീരത്തെ തിരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് തന്നെ രക്ഷിച്ച സാരഥിക്ക് രാവണൻ സമ്മാനം കൊടുത്തു എന്നൊക്കെ രാമായണത്തിൽ പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ പലപ്പോഴും നമുക്ക് തോന്നും ഇദ്ദേഹത്തിന് ഇത്രയധികം സന്നാഹങ്ങളൊക്കെ ഉണ്ട്, പാവം ഭഗവാൻ എന്ത് സന്നാഹമാണ് ഉണ്ടായിരുന്നതെന്ന്. അദ്ദേഹത്തിന് ഒരു സന്നാഹത്തിന്റെ ആവശ്യമില്ല. സാക്ഷാൽ ഹനുമാൻ സ്വാമി തന്നെ അദ്ദേഹത്തിന്റെ പക്ഷത്തുണ്ട് താനും. എങ്കിലും ഒരു യുദ്ധം എന്നൊക്കെ പറയുമ്പോൾ ചില സന്നാഹങ്ങളൊക്കെ വേണമല്ലോ. അതുകൊണ്ട് ഇന്ദ്രൻ തൻ്റെ സാരഥിയായിട്ടുള്ള മാതലിയെയും ഒരു രഥത്തെയും രാമന് കൊടുത്തു എന്നുമാണ്. ആ രഥത്തിൽ കയറിയാണ് രാവണനുമായിട്ടുള്ള യുദ്ധം പിന്നീട് ഭഗവാൻ നടത്തുന്നത്. ആ സമയത്ത് പലപ്പോഴും മാതലി പലതരത്തിലുള്ള ഉപദേശങ്ങളൊക്കെ ഭഗവാന് കൊടുക്കുന്നതായിട്ടും കാണാം. പിന്നെയും യുദ്ധം കുറച്ച് നീണ്ടു പോകുന്നു എന്ന് തോന്നിയ സമയത്ത് ആ യുദ്ധവീതിയിൽ അഗസ്ത്യ മഹർഷി പ്രത്യക്ഷപ്പെട്ടു എന്നാണ്. അഗസ്ത്യ മഹർഷിയെ കണ്ടതോടുകൂടി രാമൻ ചെന്ന് നമസ്കരിക്കുകയും അദ്ദേഹത്തെ വേണ്ട ഉപചാരങ്ങൾ നൽകുകയും ചെയ്തു. ഈ സമയത്ത് അഗസ്ത്യ മഹർഷി വിശേഷപ്പെട്ട ഒരു മന്ത്രം അദ്ദേഹത്തിന് ഉപദേശിച്ചു കൊടുത്തു ശ്രീരാമസ്വാമിക്ക്. ആ മന്ത്രമാണ് ആദിത്യ ഹൃദയ മന്ത്രം. സൂര്യദേവനെ പരബ്രഹ്മമായിട്ട് കണ്ടുകൊണ്ട് ഉപാസിക്കാനുള്ള മന്ത്രമാണ് ആദിത്യ ഹൃദയം. ആദിത്യ ഹൃദയം ആരാണോ നിത്യം ചൊല്ലുന്നത് അവർക്ക് ശത്രുനാശം ഉണ്ടാവുകയും സർവ്വ ഐശ്വര്യങ്ങളും വന്നു ചേരുകയും ചെയ്യും എന്നുമാണ് മഹാത്മാക്കൾ പറയാറുള്ളത്. ആ ആദിത്യ ഹൃദയ മന്ത്രം ശ്രീരാമന് അഗസ്ത്യ മഹർഷി ഉപദേശിച്ചു കൊടുത്തു എന്നുമാണ്. വീണ്ടും യുദ്ധം തുടങ്ങി. യുദ്ധം നീണ്ടുപോകുന്നു എന്ന് മനസ്സിലാക്കിയ സമയത്ത് ഇനിയും വൈകരുത് എന്ന് തോന്നിയ ഭഗവാൻ തൻ്റെ കയ്യിലുള്ള പിതാമഹാസ്ത്രം എന്ന് പറയുന്ന പ്രസിദ്ധമായിട്ടുള്ളൊരു അസ്ത്രം, അതിൽ ബ്രഹ്മാസ്ത്രത്തിൻ്റെ ചൈതന്യം കൂടി ഉള്ളൊരു അസ്ത്രമാണ്. ആ അസ്ത്രം എടുത്തുകൊണ്ട് അതിൽ ആദിത്യ ഹൃദയ മന്ത്രത്തെ സ്മരിച്ചുകൊണ്ട് രാവണന്റെ ഹൃദയത്തിന് നേരെ ആ അസ്ത്രം അയച്ചു എന്നാണ്. അതിനു മുമ്പ് ഭഗവാൻ അയക്കുന്ന അസ്ത്രങ്ങൾ കൊണ്ട് രാവണന്റെ പല തലകൾ ഇല്ലാതാവുകയും ആ തലകളുടെയൊക്കെ സ്ഥാനത്ത് പുതിയ തലകൾ വന്നു എന്നൊക്കെ കഥയിൽ കേൾക്കാം. എങ്കിലും ഇനി ഈ മായ തുടർന്നുകൊണ്ട് പോകണ്ട എന്ന് നിശ്ചയിച്ച ഭഗവാൻ തൻ്റെ കയ്യിലുള്ള ദിവ്യാസ്ത്രം കൊണ്ട് രാവണന്റെ ഹൃദയത്തിന് നേരെ അസ്ത്രം അയക്കുകയും രാവണന്റെ വധം അതോടുകൂടി ഒരു മനുഷ്യന്റെ കൈകൊണ്ട് എൻ്റെ മരണം സംഭവിക്കണം എന്ന് പണ്ട് അദ്ദേഹം വാങ്ങിയ വരം അവിടെ വെച്ച് നടപ്പിലാവുകയും ചെയ്തു എന്നാണ്. രാവണൻ വീണു എന്ന് ലങ്ക മുഴുവൻ അറിയുന്നു. വിധവയായിട്ടുള്ള മണ്ഡോദരിയും എത്രയൊക്കെ പറഞ്ഞാലും സ്വന്തം ജ്യേഷ്ഠനാണ് മൃതശരീരമായിട്ട് അവിടെ കിടക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അടുത്ത് വിഭീഷണനും മറ്റുള്ളവരൊക്കെ വന്ന് ദുഃഖത്തോടുകൂടി ഇരിക്കുന്നത് ഭഗവാൻ കണ്ടു. ഭഗവാൻ വളരെയധികം സ്നേഹത്തോടുകൂടി വിഭീഷണനെ ആശ്വസിപ്പിച്ചു. എൻ്റെ ബാണം എന്ന് പറഞ്ഞാൽ അത് സർവ്വജന്മങ്ങളിൽ നിന്നുമുള്ള മോചനമാണ്, മോക്ഷമാണ്. തൻ്റെ ജ്യേഷ്ഠൻ മോക്ഷാവസ്ഥയെ പ്രാപിച്ചു എന്ന് മനസ്സിലാക്കിയ വിഭീഷണൻ ആ വിഷമത്തിൽ നിന്ന് മാറുകയും ഭഗവാനെ സ്മരിക്കുകയും ചെയ്തു. ഒപ്പം തന്നെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ലങ്കയുടെ പുതിയ രാജാവായി എല്ലാ സന്നാഹങ്ങളോടും കൂടി വിഭീഷണനെ ഭഗവാൻ രാജാവായി അഭിഷേകം ചെയ്യുകയും ചെയ്യുന്നു. ഈ സമയത്ത് ഹനുമാൻ സ്വാമിയെ
താനിതാ രാവണനെ വധിച്ച് സീതയെ മോചിപ്പിക്കുകയാണ് എന്നുള്ള സന്ദേശം അറിയിക്കാനായി സീതാദേവിയുടെ അടുത്തേക്ക് ഹനുമാൻ സ്വാമിയെ ഭഗവാൻ പറഞ്ഞറിയിക്കുകയും ഹനുമാൻ സ്വാമിയുടെ നിർദ്ദേശപ്രകാരം സീതാദേവി ഭഗവാന്റെ അടുത്തേക്ക് വരുന്നതുമായിട്ടുള്ള രംഗങ്ങളാണ് ആ സമയത്തൊക്കെ നമുക്ക് കാണാൻ സാധിക്കുക. അങ്ങനെ രാവണാന്തകനായിട്ടുള്ള ഭഗവാനെ നമുക്ക് ഈ രാമായണ മാസക്കാലത്ത് അദ്ദേഹത്തിൻ്റെ ദിവ്യമായിട്ടുള്ള നാമം, ആ രാമനാമം ചൊല്ലിക്കൊണ്ട് സാധിക്കുന്ന അത്രയും സമയം സ്മരിക്കാൻ സാധിക്കട്ടെ. ആ രാമനെ സദാസമയവും നമ്മുടെ മനസ്സാകുന്ന ശ്രീകോലിൽ നമുക്ക് കാണാൻ സാധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാന്റെ തിരുനാമത്തെ കൂടുതൽ നമ്മളിലേക്ക് എത്തിക്കാൻ ഭഗവാൻ തന്നെ നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത അധ്യായത്തിൽ വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്തേ. കേരളത്തിൽ പിതൃബലിക്ക് പ്രസിദ്ധമായ ചില ക്ഷേത്രങ്ങളുണ്ട്. തിരുവല്ലം, തിരുനെല്ലി, ആലുവ മുതലായവയാണവ. എന്നാൽ ഇന്ന് മിക്ക ക്ഷേത്രങ്ങളിലും ബലികർമ്മങ്ങൾക്കായി സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഈശ്വരാരാധന പോലെ തന്നെ വിശുദ്ധമായി ചെയ്യുന്ന കർമ്മമാകയാൽ ക്ഷേത്രാനുബന്ധിയായ ജലാശയങ്ങൾ ഈ കർമ്മത്തിനായി തിരഞ്ഞെടുക്കപ്പെടുന്നു. ഇനി ഇന്നത്തെ ദീപാരാധന കാഴ്ചയ്ക്കായി ക്ഷേത്രാങ്കണത്തിലേക്ക് പോകാം. അവിനയമപനയ വിഷ്ണു ദമയ മനഃശമയ വിഷയ മൃഗതൃഷ്ണാം ഭൂതദയാം വിസ്താരയ താരയ സംസാര. ഇത് പ്രസിദ്ധമായ തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം. കാറ്റുമാത്രം കടന്നു ചെല്ലുന്ന വനഭൂമിക്ക് നടുവിൽ ഏത് കാലത്തെന്ന് പറയുവാൻ കഴിയാത്തത്രയും പഴക്കമാർന്ന ഭാരതത്തിലെ പുണ്യക്ഷേത്രങ്ങളിൽ ഒന്നത്രേ തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രം. സൃഷ്ടിയുടെ കർത്താവായ മഹാവിഷ്ണുവിന്റെയും സൃഷ്ടിയുടെ ദേവനായ ബ്രഹ്മാവിന്റെയും ചൈതന്യധാരകളും പ്രകൃതിയുടെ മനോഹാരിതയും ഒത്തുചേർന്ന് പരിലസിക്കുന്ന ഒരിടം കൂടിയാണ് തിരുനെല്ലി ക്ഷേത്രം. ക്വചന സമുദ്രോനതാരംഗ. വയനാടിന്റെ ഉത്തരദേശത്ത് കുടക് മലനിരകളോട് ചേർന്ന് ആകാശമുട്ടെ വ്യാപിച്ചു കിടക്കുന്ന ബ്രഹ്മഗിരിയുടെ താഴ്വരയിലാണ് പ്രസിദ്ധമായ ഈ പുണ്യക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ദൃഷ്ടേ ഭവതി പ്രഭവതി ന ഭവതി കിം ഭവതിരസ്കാര. മാനന്തവാടി മൈസൂർ റൂട്ടിലെ കാട്ടിക്കുളം എന്ന സ്ഥലത്ത് നിന്നും ഏതാണ്ട് 20 കിലോമീറ്റർ ഇടത്തോട്ട് യാത്ര ചെയ്താൽ തിരുനെല്ലി ക്ഷേത്രത്തിൽ എത്തിച്ചേരാവുന്നതാണ്. പരമേശ്വര പരിപാല്യോ ഭവതാ ഭവതാപഭീതോഹം. തിരുനെല്ലിയെക്കുറിച്ചുള്ള മാഹാത്മ്യങ്ങളും മഹിമകളും അനവധിയാണ്. പുരാണങ്ങളിൽ എന്നതുപോലെ ഐതിഹ്യങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു ക്ഷേത്രമത്രേ തിരുനെല്ലി. ത്രിമൂർത്തികളിൽ ഒന്നാമനായ സാക്ഷാൽ ബ്രഹ്മാവാണ് തിരുനെല്ലി ക്ഷേത്ര പ്രതിഷ്ഠ നടത്തിയതെന്നാണ് ഐതിഹ്യങ്ങളിൽ പ്രധാനം. ഒരിക്കൽ ബ്രഹ്മാവ് തന്റെ വാഹനമായ അരയന്നത്തിന്റെ പുറത്തേറി ലോകം ചുറ്റി സഞ്ചരിക്കുകയായിരുന്നു. ഇടയ്ക്കു വച്ച് വിശ്രമിക്കുവാനായി പ്രകൃതി രമണീയമായ ഒരിടത്ത് ദേവൻ ഇറങ്ങുകയുണ്ടായി. ബ്രഹ്മദേവൻ വന്നിറങ്ങിയ പർവ്വതത്തിന് അന്നു മുതൽ ബ്രഹ്മഗിരി എന്ന് പേര് ലഭിച്ചു. ബ്രഹ്മാവ് ആ ദേശത്തു കൂടി സഞ്ചരിക്കവെയാണ് ചെമ്പക, അശോക, പുന്നാക വൃക്ഷങ്ങൾക്കിടയിൽ ഒരു അസാധാരണമായ നെല്ലിമരത്തിൽ അലങ്കരിക്കപ്പെട്ട ഒരു വിഷ്ണു വിഗ്രഹം ബ്രഹ്മാവിന്റെ ദൃഷ്ടിയിൽപ്പെട്ടത്. ആ വിഗ്രഹം ബ്രഹ്മാവ് കൺകുളിർക്കെ കാണുന്നതിന് മുൻപ് അത് അപ്രത്യക്ഷമായി. വിഗ്രഹം അപ്രത്യക്ഷമായ ഉടൻ തന്നെ, അല്ലയോ ബ്രഹ്മാവേ, അങ്ങ് കണ്ട വിഗ്രഹം സാക്ഷാൽ മഹാവിഷ്ണുവിന്റെ വിഗ്രഹമാണ്. അതിനാൽ നീ അതിനെ ഉചിതമായ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചാലും എന്നൊരു അശരീരി ഉണ്ടായി. താൻ വിഗ്രഹം കണ്ടുമുട്ടിയ സ്ഥലത്ത് വൈഷ്ണവ ചൈതന്യ പ്രഭാവമുള്ളതായി മനസ്സിലാക്കിയ ബ്രഹ്മാവ് അവിടെ തന്നെ ഒരു യാഗം നടത്തുകയുണ്ടായി. ഉചിതമായ പൂജകൾ ചെയ്ത് പ്രസ്തുത വിഗ്രഹം യഥാവിധി പ്രതിഷ്ഠിച്ച ശേഷം യാത്ര തുടരുകയുണ്ടായി. അന്ന് ബ്രഹ്മാവ് വിഷ്ണു വിഗ്രഹം പ്രതിഷ്ഠിച്ച സ്ഥലത്താണ് ഇന്ന് തിരുനെല്ലി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്.
നെല്ലിക്ക കല്ലായി തീർന്ന സ്ഥലത്താണ് ഇപ്പോൾ ഗുണ്ടിക ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. സ്വയംഭൂവായ ശിവലിംഗമാണ് ഇവിടുത്തെ പ്രതിഷ്ഠ. തിരുനെല്ലി ക്ഷേത്രത്തിൽ നിന്നും പാപനാശിനിയിലേക്കുള്ള വഴിയിലാണ് ഈ ഗുഹാക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. പാറക്കെട്ടിനുള്ളിലാണ് ഈ ക്ഷേത്രം. ഇവിടെ ഭഗവാൻ ശ്രീ പരമേശ്വരൻ അനേക കാലം ഗുഹാവാസിയായി കഴിഞ്ഞിരുന്നതായി വിശ്വസിക്കപ്പെടുന്നു. ഈ ഗുണ്ടിക ക്ഷേത്രത്തിൽ നിന്നാണത്രേ ഭഗവാൻ പരമശിവൻ ദക്ഷനെ വധിക്കുവാനായി കൊട്ടിയൂരേക്ക് പുറപ്പെട്ടതെന്നാണ് ഐതിഹ്യം. പുരാണങ്ങളിൽ ശ്രീ തിരുനെല്ലി ക്ഷേത്രം ഹരിതശോഭ പൊഴിച്ചുകൊണ്ട് തിളങ്ങി നിൽക്കുന്നു. തിരുനെല്ലി ക്ഷേത്രത്തിന്റെ നാമോച്ചാരണത്താൽ ധർമ്മവും, ദർശനത്താൽ ധനവും, പൂജനത്താൽ ആഗ്രഹവും, ധ്യാനത്താൽ മോക്ഷവും ലഭിക്കുമെന്ന് പത്മപുരാണത്തിൽ പരാമർശിക്കപ്പെട്ടിരിക്കുന്നു. കൂടാതെ കൊടും പാപങ്ങൾ ചെയ്ത ഏതു മനുഷ്യനും ക്ഷേത്രത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പാപവിമുക്തനായി സംസാരമോഹത്തിൽ നിന്നും മോചിതനാകുമെന്ന് പത്മപുരാണത്തിൽ പറയുന്നു. തിരുനെല്ലിയിലെ ഗംഗാനദിയായ പാപനാശിനിയിൽ മുങ്ങിക്കുളിച്ചാൽ സകല പാപങ്ങൾക്കും പരിഹാരമായെന്നും ഇവിടെ കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ പരേതാത്മാക്കൾക്ക് നിത്യശാന്തി ലഭിക്കുമെന്നും വിശ്വസിച്ചു വരുന്നു. ഇവിടെ ശ്രാദ്ധമൂട്ടിയാൽ ഗയാശ്രാദ്ധത്തിന്റെ ഫലം കിട്ടുമെന്നാണ് വിശ്വാസം. ഇവിടെ വച്ച് പിതൃക്രിയ നടത്തുന്നത് വംശവൃദ്ധിക്കും ഐശ്വര്യത്തിനും പിതൃപ്രീതിക്കും വിശേഷപ്പെട്ടതാണെന്നാണ് വിശ്വസിച്ചിട്ടുള്ളത്. പാപനാശിനിയിലാണ് വിഖ്യാതമായ പിണ്ടപ്പാറയുള്ളത്. പാപനാശിനിയിലെ വെള്ളം പിണ്ടപ്പാറയിൽ വന്നു വീഴുന്നു. മരിച്ചവർക്കായി പിണ്ടം വയ്ക്കുന്നത് പിണ്ടപ്പാറയിലാണ്. പിണ്ടപ്പാറയെപ്പറ്റി പ്രസിദ്ധമായ ഒരു ഐതിഹ്യമുള്ളത് ഇപ്രകാരമാണ്. പാഷാണഭേദി എന്നു പേരായ ഒരു അസുരനെ മഹാവിഷ്ണു ഒരിക്കൽ ശപിക്കാനിടയായി. വിഷ്ണുവിനാൽ നിഗ്രഹിക്കപ്പെടുമെന്ന് തീർച്ചയായ പാഷാണഭേദിയുടെ അപേക്ഷ മാനിച്ച് വിഷ്ണു അവനെ പുണ്യശിലയാക്കിയെന്നും തിരുനെല്ലി മുതൽ ഗയ വരെയുള്ള ശിലാഖണ്ഡം ഈ അസുരന്റെ ശരീരമാണെന്നുമാണ് ഐതിഹ്യം. മഹാവിഷ്ണുവിന്റെ 6ാമത്തെ അവതാരമായ പരശുരാമന് തിരുനെല്ലിയുമായുള്ള ബന്ധം വളരെ പാവനമാണ്. പരശുരാമൻ തനിക്ക് ശിവനിൽ നിന്നും കിട്ടിയ മഴുകൊണ്ട് 21 തവണ ക്ഷത്രിയ രാജാക്കന്മാരെ വധിച്ച് അവരുടെ രക്തം കൊണ്ട് സെമന്തപഞ്ചകം എന്ന തടാകം നിറച്ചതായി ഒരു ഐതിഹ്യമുണ്ട്. ഈ വീരഹത്യാ പാപനിവൃത്തിക്കായി ഭൂമി മുഴുവൻ പരശുരാമൻ ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു. ഇതിനും പുറമെ പരശുരാമൻ തന്റെ പിതാവിന്റെ കൽപ്പനയനുസരിച്ച് സ്വന്തം മാതാവിനെ വധിക്കേണ്ടി വന്നു. ദുഃഖിതനും പശ്ചാത്താപ വിവശനുമായി തീർന്ന പരശുരാമൻ പാപപരിഹാരാർത്ഥം പല പുണ്യസ്ഥലങ്ങളിലും പോയി പ്രാർത്ഥനയും കർമ്മങ്ങളും നടത്തിയെങ്കിലും മനസ്സംതൃപ്തി കൈവരാതെ അവസാനം തിരുനെല്ലി ക്ഷേത്രത്തിൽ വന്ന് പ്രാർത്ഥിച്ച് ബലികർമാദികൾ നടത്തിയെന്നാണ് ഐതിഹ്യം. കിഴക്കോട്ട് ദർശനമായിരുന്നാണ് തിരുനെല്ലിയിൽ മഹാവിഷ്ണു ഭക്തർക്ക് അനുഗ്രഹാശിസുകൾ ചൊരിയുന്നത്. ചതുർബാഹു രൂപത്തിലുള്ള വിഷ്ണു സ്വരൂപമാണ് പ്രതിഷ്ഠ. ശംഖ്, ചക്രം, ഗദ, പത്മം എന്നീ മുദ്രകളോടുകൂടി വിളങ്ങുന്നതാണ് ഭഗവാന്റെ പ്രതിഷ്ഠ. തിരുനെല്ലിയിലെ മഹാവിഷ്ണുവിന് പെരുമാൾ സ്ഥാനമാണുള്ളത്. 5 പൂജയാണ് നിത്യേന ഈ ക്ഷേത്രത്തിൽ നടത്തിവരുന്നത്. ബ്രഹ്മദേവൻ പ്രതിഷ്ഠ നടത്തിയ സ്ഥലത്ത് തന്നെയാണ് ഇപ്പോഴും ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എന്നതിനാൽ രാത്രികാലങ്ങളിൽ ബ്രഹ്മദേവൻ ഇവിടെ വന്ന് പൂജ നടത്തുന്നതായും വിശ്വസിച്ചു വരുന്നു. രാത്രി നട അടയ്ക്കുന്നതിന് മുൻപ് മറ്റൊരു പൂജയ്ക്കായി എല്ലാം ഒരുക്കി വയ്ക്കുന്ന ചടങ്ങും ഇവിടെയുണ്ട്. ഇത് ബ്രഹ്മാവിന് പൂജ നടത്തുവാൻ വേണ്ടിയാണെന്നാണ് വിശ്വാസം. പ്രതിമകളെ പിതൃക്കളായി സങ്കല്പിച്ച് നടത്തുന്ന പൂജ തിരുനെല്ലിയിൽ പ്രധാനമാണ്. കൊട്ടിയൂർ ക്ഷേത്രവുമായി തിരുനെല്ലി ക്ഷേത്രത്തെ ബന്ധപ്പെടുത്തി ഐതിഹ്യം നിലവിലുണ്ട്. പണ്ട് കൊട്ടിയൂരെ ഉത്സവ ആവശ്യത്തിനായുള്ള അരി കൊണ്ടുപോയിരുന്നത് തിരുനെല്ലിയിൽ നിന്നായിരുന്നുവത്രേ. അരി കൊണ്ടുവരാൻ കൊട്ടിയൂരിൽ നിന്നും ഭൂതഗണങ്ങൾ വരികയായിരുന്നു പതിവ്. ഇടവത്തിലെ വിശാഖം നാളിൽ തിരുനെല്ലിയിൽ നിന്നും കൊട്ടിയൂരിലേക്ക് ഭൂതത്താനെ പറഞ്ഞയക്കൽ ചടങ്ങുണ്ട്. ഉത്സവം കഴിഞ്ഞാൽ ഭൂതത്താനെ തിരിച്ചയക്കുന്ന ചടങ്ങ് കൊട്ടിയൂരിലും നടന്നു വരുന്നു. ഉദയമായി ഉണ്മയായി നീ ഉണർന്നിടുന്നു ഹൃദയങ്ങൾ
തിരുനെല്ലി ക്ഷേത്രവുമായി വളരെയേറെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ക്ഷേത്രമത്രേ തൃശ്ശിലേരി മഹാദേവ ക്ഷേത്രം. തിരുനെല്ലിയിൽ നിന്നും തെക്ക് കിഴക്കായി നരിനിരങ്ങി മലകൾക്കപ്പുറത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മുൻകാലത്ത് തൃശ്ശിലേരിയിൽ ദർശനം നടത്തിയ ശേഷമായിരുന്നു തീർത്ഥാടകർ തിരുനെല്ലിയിലെത്തുക. തിരുനെല്ലിയിൽ പാപനാശിനിയിൽ പിതൃകർമ്മം ചെയ്യുന്നവർ തൃശ്ശിലേരിയിലെ ക്ഷേത്രത്തിലെത്തി തൊഴുത് വിളക്കുമാല വഴിപാട് നടത്തണമെന്നതാണ് ആചാരം. പാപനാശിനിയിൽ ചെയ്യുന്ന പിതൃകർമ്മം തൃശ്ശിലേരിയിലെ ശ്രീ മഹാദേവ പാദങ്ങളിലും പതിയുന്നു എന്നാണ് വിശ്വാസം. മുഖ്യദേവനായ മഹാവിഷ്ണുവിന് പുറമെ ഗണപതി, ഭഗവതി, ശിവൻ എന്നിവർ ഉപദേവന്മാരായും തിരുനെല്ലി ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നു. സർവ്വദുരിതങ്ങളും ദുഃഖങ്ങളും തിരുനെല്ലി പെരുമാളിൽ സമർപ്പിച്ച് പരേതാത്മാക്കളുടെ ശാപത്തിൽ നിന്നും മുക്തി നേടാനായി പിതൃക്കൾക്ക് ശ്രാദ്ധമൂട്ടാനെത്തുന്നവർ ഭഗവാനെ കൺകുളിർക്കെ ദർശിച്ച് സായുജ്യമടയുകയാണ്. ഈ സായം സന്ധ്യയിൽ ഏവർക്കും ഈശ്വര കൃപയുണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ പൂർണ്ണമാവുകയാണ്. നന്ദി.